രത്തൻ ടാറ്റ ആർക്കെല്ലാം തന്റെ സ്വത്ത് എഴുതി വെച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരുപാട് ആളുകൾ രത്തൻ ടാറ്റ എന്ന മനുഷ്യസ്നേഹിയെ പറ്റി ഓർത്ത് കരഞ്ഞിട്ടുണ്ടാകും. ഇന്ത്യയിലെ നമ്പർ 1 പണക്കാരനായി ഇരിക്കേണ്ട ഒരു മനുഷ്യൻ തന്റെ സ്വത്ത് മതിപ്പിനെ കൂട്ടിവെച്ച് പണക്കാരുടെ പട്ടികയിൽ ഒന്നാമതായി കാണിക്കാതെ തന്റെ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 60% അനാഥ മക്കൾക്കും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും രോഗങ്ങളിൽ വലയുന്നവർക്കും നൽകാൻ തീരുമാനിച്ച ഒരു മനുഷ്യൻ. രാജ്യത്തിന്റെ എല്ലാ മോശ സമയത്തും കോടിക്കണക്കിന് പണം പാവങ്ങൾക്ക് നൽകി തനിക്കെന്ന് പറഞ്ഞ് ഒന്നും മാറ്റിവെക്കാതെ തന്റെ അവസാന കാലത്ത് വളരെ സിമ്പിളായ ഒരു ജീവിതം നയിച്ച് മുംബൈയിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുഞ്ഞു വീട്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ. ടാറ്റയുടെ മരണത്തിന് ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എഴുതിവെച്ച ഒരു കുറിപ്പ് പുറത്തു വന്നിരുന്നു. തനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ തന്നിൽ നിന്ന് കോടിക്കണക്കിന് പണം കടം മേടിച്ചിട്ടുണ്ടെന്നും ടാറ്റ ഗ്രൂപ്പ് അവരുടെ കയ്യിൽ നിന്ന് ആ പണത്തെ തിരിച്ചു മേടിക്കരുതെന്നും ആ പണം അവർക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ആ പണത്തെ ഞാൻ അവർക്ക് നൽകിയതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ് രത്തൻ ടാറ്റ എന്ന ഈ മനുഷ്യൻ.